നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം അങ്ങയെ സ്തുതിച്ചാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ അങ്ങവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. സന്തോഷപൂർവ്വം അവിടുത്തെ ശുശ്രൂഷിക്കുവിൻ. കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ തിരുമുൻപിൽ പ്രവേശിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണെന്ന് നിങ്ങൾ അറിയുവിൻ. നാം അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നാം അവിടുത്തെ ജനവും മേജസ്ഥലത്തെ അജഗണവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാകുന്നു. അവിടുത്തെ കൃപയും വിശ്വസ്തതയും എന്നേക്കും നിലനിൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സജീവവും പരിശുദ്ധവുമായ അങ്ങയുടെ നാമത്തിന് നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ നാടലിൽ ജീവിക്കുന്നവന് ഭാഗ്യവാനാകുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവന് ദൈവത്തിന്റെ നാടലിൽ ജീവിക്കുന്നവന് ഭാഗ്യവാനാകുന്നു. എന്റെ ശരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നു കർത്താവിനോട് പറയുക. കണിയിൽ നിന്നും വ്യക്തമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. തന്റെ ദൂതകൾ കൊണ്ട് അവിടുന്ന് നിന്നെ ആവരണം ചെയ്യും. തന്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിനക്ക് അഭയം നൽകും. അവിടുത്തെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ മുഴങ്ങുന്ന ശബ്ദവും മധ്യാഹ്നത്തിലടിക്കുന്ന കൊടുങ്കാറ്റും നീ ഒട്ടും പേടിക്കേണ്ട. ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും, 10,000 നിന്റെ വലത്തുഭാഗത്തും, എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല. നീ അവരെല്ലാം കാണും. ദുഷ്ടർക്കുള്ള പ്രതിഫലം നീ ദർശിക്കും. നിന്നെ സങ്കേതകർത്താവുന്നു. അത്യുന്നതൻ നിന്റെ കോട്ടയാവുന്നു. നിനക്ക് തിന്മയൊന്നും വരികയില്ല. ബാധിതരുടെ കൂടാരത്തെ സമീപിക്കുകയില്ല. വഴികളിൽ നിന്നെ സംരക്ഷിക്കാൻ അവിടുന്ന് തന്നെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. സർപ്പത്തിന്റെയും മഴയുടെയും മേൽ നീ ചവിട്ടി നടക്കും. സിംഹത്തെയും എരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും. എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. എന്റെ നാമം പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും. എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവന്റെ സകലകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും. ദീർഘായുസ് നൽകി അവനെ ഞാൻ തൃപ്തനാക്കും. രക്ഷിക്കാനുള്ള എന്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി,
ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്തത ആരാധ്യമാകുന്നു. ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാകുന്നു. അങ്ങയെ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി എന്നേക്കും ആമേൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഏറ്റവും വലിയവനാകുന്നു. മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. പ്രകാശം ഇറങ്ങിയായി അണിഞ്ഞിരിക്കുന്നു. കൂടാരത്തിന്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി. വെള്ളത്തിന് മുകളിലായി തന്റെ മാളികകൾ നിർമ്മിച്ചു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിച്ചു. അവിടുന്ന് തന്റെ ദൂതന്മാരെ ശരീരങ്ങളായും തന്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു. ഒരിക്കലും ഇളകാതിരിക്കാൻ ഭൂമിയെ അടിത്തറയിൽ ഉറപ്പിച്ചു. വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ടതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി. ജലം ഭൂമിയെ മൂടാതിരിക്കാൻ അതിന് നിശ്ചയിച്ചു. നീർച്ചാലുകൾ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു. അവിടുന്ന് അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു. വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു. കാടുകഴുതകളും ദാഹം തീർക്കുന്നു. ആകാശത്തിലെ പർവ്വതങ്ങൾക്ക് സമീപം കൂടുകെട്ടി മരച്ചില്ലകളിലിരുന്നവ പാട്ടുപാടി. മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു. അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു. അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി കുലമുളപ്പിക്കുന്നു. മനുഷ്യനാഹാരം ഉണ്ടാക്കാൻ സസ്യങ്ങൾ കിളിർപ്പിക്കുന്നു. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. സത്യമായ കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രകാശമായ മിശിഹായെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും സ്തുതിക്കാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥാ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, പ്രഭാതത്തിൽ ഞാൻ ഒരുങ്ങി അങ്ങയുടെ പക്കൽ വരുന്നു. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥാ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹത്വത്തിന്റെ ഉന്നത രാജാവേ, കരുണയാ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും തിരുമനസ്സിനാ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു. നിന്നെ ഞങ്ങൾ എല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്ക് ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരികത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. കർത്താവേ, എന്നിൽ കനിയണമേ. ദൈവമേ, എന്നിൽ കനിയണമേ. കർത്താവേ, എന്നിൽ കനിയണമേ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്ക് ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അപരാധത്തിന് ശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്തുകൊണ്ടാൽ എന്റെ എതിരുകൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. കർത്താവേ, എന്നിൽ കനിയണമേ. ദൈവമേ, എന്നിൽ കനിയണമേ. കർത്താവേ, എന്നിൽ കനിയണമേ. അഖിലേശാ, നിൻ തിരുമുൻപിൽ സ്തോത്രം ഞങ്ങൾ അണയ്ക്കുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവേ, നിൻ കൃപയാലെ ശ്രേഷ്ഠാവാം നിൻ കാരുണ്യം ഞങ്ങൾ വാഴ്ത്തിടുമെന്നാളും. രക്ഷകനെ, നിൻ കരുണിവരെ സദയം താങ്ങുന്ന നിമിഷം സദനം കാത്തു നയിക്കുന്നു. കർത്താവേ, നിൻ ദൈവത്വം ആരാധിച്ചു വണങ്ങിടുമേ. ഞങ്ങളിൽ അരിശം കരിയണമേ. ശാന്തത നിരയും തുറമുഖമേ, കരുണാപൂരം ചൊരിയണമേ. തനയരെ അലിവോട് നോക്കണമേ. കർത്താവേ, നിൻ തിരുവദനം നിൻ പ്രഭ ഇവരിൽ ചൊരിയട്ടെ. ഞങ്ങൾ രക്ഷിതരാകട്ടെ. അനുതാപികളെ കൃപയോടെ കൈക്കൊള്ളുന്ന ദയാനിധിയെ ഞങ്ങൾക്ക് അഭയം നീയല്ലോ. പ്രാർത്ഥന സദയം കേൾക്കണമേ. ആരാധകരുടെ നിലവിളികൾ നിന്റെ സന്നിധി അണയട്ടെ. മർത്യകടങ്ങൾ തീർപ്പവനെ, അടിയാർത്തൻ കടബാധ്യതകൾ നിൻ കൃപയാൽ നീ നീക്കണമേ. നരകുല പാപം പോക്കും നീ പാപക്കറകൾ മായ്ക്കണമേ. നിരവധിയെങ്കിലും അലിവോടെ മർത്യകടങ്ങൾ തീർപ്പവനെ, അടിയാർത്തൻ കടബാധ്യതകൾ നിൻ കൃപയാൽ നീ നീക്കണമേ. നരകുല പാപം പോക്കും നീ പാപക്കറകൾ മായ്ക്കണമേ. നിരവധിയെങ്കിലും അലിവോടെ നരവംശത്തിനുത്തമമാ ശരണം നാഥ നീയല്ലോ. ചൊരിയണമേ തവ ശാന്തി സദാ. പരിപാവനമാം ത്രിത്വത്തിൻ നാമം നിരനാം വാഴ്ത്തിയിടാൻ നരന് പുരോഗതി നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനുഷ്യവർഗത്തിന്റെ നല്ല ശരണവും സൃഷ്ടികൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്ന സമാധാനത്തിന്റെ തുറമുഖവുമായ മിശിഹായേ, ഞങ്ങളുടെ കർത്താവേ, നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ. ജീവിതകാലം മുഴുവൻ നിന്നെ നിരന്തരം ഏറ്റുപറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും
പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദിമുതൽ എന്നേക്കുമാമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് പ്രകൃതിയാ പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു. ദൈവമായ അങ്ങ് അത്യുന്നതനും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു. ഞങ്ങൾ അങ്ങേ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. വിശ്വസ്തതയാൽ ശോഭിക്കും സഭയാം നിർമ്മല മണവാട്ടി, കരുണയ്ക്കായി നീ അനവരതം മിശിഹാനാഥനോട് അർത്ഥിക്കൂ. കർത്താവേ, അങ്ങ് ഞാൻ ശരണപ്പെട്ടു. ദുഷ്ടപിശാചം ശത്രുവിധ നിന്നെ ഹനിക്കാൻ അടയുന്നു. കർത്താവാകും കോട്ടയതിൽ അഭയം തേടണം അതിവേഗം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉലകിൽ ശാന്തി പകർന്നേകും മിശിഹാ, നിന്റെ സമാധാനം നിന്നോടൊത്തു വസിക്കട്ടെ, നിന്നെ പാവനയാക്കട്ടെ. പുലരിപ്രഭയിൽ കർത്താവേ, സാമോദം നിന്ദാസരിത സൃഷ്ടിക്കകിലം രക്ഷകനാ നീ സ്തുതിഗീതം പാടുന്നു. സകലേശാ നിൻ കൃപയാലെ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ പാപപ്പൊരുതിയുമരുളണമേ, നന്മയിലൂടെ നയിക്കണമേ. ശരണം പൊലിയാതെന്നാളും സുതരെ കാത്തരുളിയിടണമേ. ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുതഖിലേശ. നരവംശത്തിൻ വൈകല്യം അറിയും താതാ കനിയണമേ. അർഹത നോക്കാതെ വികലമായി പ്രതിസമ്മാനം നൽകണമേ. സ്നേഹവും ഐക്യവും അന്യോന്യം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ. അജപാലനം ഒരു കുറവെന്നെ ഫലവേകാനിടയാക്കണമേ. ആരോഗ്യം നരനേകണമേ, സൗഖ്യം രോഗിക്കേകണമേ. മധ്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ. ശാവോലിൽ നിന്നെളിയവനാ ദാവീദിനെ എന്നതുപോലെ വഴികളിലെല്ലാം നിൻ കരുതാ ഞങ്ങളെ രക്ഷിച്ചരുളട്ടെ. നിൻഹിതമുത്തിവരീ നാളിൽ വൈക്കും ചുവടുകൾ ഓരോന്നും ശാന്തതയോടെ വിജയത്തിൽ ചെന്നെത്താനിടയാക്കണമേ. മൂശയ്ക്കും നിൻ ജനതയ്ക്കും കടലിൽ രക്ഷ കൊടുത്തവനെ, സിംഹക്കുഴിയിലടിഞ്ഞവനിൽ രക്ഷകനിഞ്ഞു പൊഴിച്ചവനെ, അഗ്നിയിലും നാബാലകരെ കാത്തു സുരക്ഷിതരാക്കിയ നീ, ദുഷ്ടപിശാചിൽ നിന്നിവരെ സദയം രക്ഷിച്ചരുളണമേ. കതിരവനത്തിവരുണരുന്നു, താതനെ ആരാധിക്കുന്നു, തനേന് സ്തോത്രമടയ്ക്കുന്നു. റൂഹേ ഞങ്ങൾ വാഴ്ത്തുന്നു, ദൈവപിതാവിൻ കൃപയും തൻ വത്സലസുതനുടെ കരളലിവും റൂഹാതൻ ദിവ്യാഗമവും നിത്യം തുണയരുളിയിടട്ടെ. നാഥാ ദിവ്യവിഷഗ്വരനെ ധരണിക ശരണം നീയല്ലോ. നാശം വന്നു ഭവിക്കായ്വാൻ കരുണയുടെ ഔഷധമേകണമേ. നിൻകൽപ്പനകൾ കാത്തിടാൻ ശക്തിയ ശേഷമിവർക്കില്ല. ആരാധകരാം ഞങ്ങളെ നീ കാത്തു തുണയ്ക്കുക മിശിഹായേ. അനുതാപികളെ കൈക്കൊള്ളാൻ വാതിൽ തുറന്നു പ്രതീക്ഷിക്കും
കരുണാമയനോട് പാപത്തിൻ പൊറുതി നമുക്കുമിരന്നേടാം. ദിനമനു ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നെങ്കിലും അപരാധം പെരുകി വരുന്നു കർത്താവേ, കനിവിൻ കിരണം ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ ദാസരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഭക്തരെ നിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ. ദൈവമായ നിന്റെ ശാശ്വതമായ സമാധാനവും നാഥനായ നിന്റെ അനന്തമായ ശാന്തിയും നിന്റെ ജനത്തിന്റെയും സഭയുടെയും മേൽ നിരന്തരം നിലനിൽക്കട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ സമൃദ്ധമായ അനുഗ്രഹവും ശാശ്വതമായ പരിപാലനവും നിരന്തരമായ സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. നിന്റെ വലതുകരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ. നിന്റെ സ്ലീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിന്റെ ചിറകുകളുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയവസേപ്പിന്റെയും വിശുദ്ധ ശ്രീഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും മാർ അപ്രേമിന്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിന്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവന്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ബലഹീനരായ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ. അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.